Ladies and gentlemen, this is Adarsh and welcome to my comedy. പ്രകമ്പനം, കച്ചറപ്പടം, കൂതറപ്പടം. ശരിക്കും ഈ സിനിമയ്ക്ക് കൂതറ എന്നായിരുന്നു കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ടൈറ്റില്. സോ എന്തോ ഈ സിനിമ തിയേറ്ററിൽ ചിരിയുടെ മാലപ്പടക്കം ഉണ്ടാക്കി, ഓലപ്പടക്കം ഉണ്ടാക്കി, ബോംബ് പടക്കം ഉണ്ടാക്കി എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ചിരിച്ച് ചാവാൻ വേണ്ടി ഇങ്ങനെ കുതിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ ചിരി വരും വെയിറ്റ് ചെയ്തിരുന്ന് അവസാനം 2 മണിക്കൂറിന്റെ പടം കഴിഞ്ഞു. ചിരിയും വന്നില്ല, ഒരു ഉണ്ടയും വന്നില്ല. ആൻഡ് ദിസ് മൂവി ഈസ് ആക്ച്വലി കമ്പയർഡ് വിത്ത് അടികപ്പിയാരെ കൂട്ടമണി. അടികപ്പിയാരെ കൂട്ടമണിയുടെ വാല് കെട്ടാൻ പോലെ ഈ സിനിമ കൊള്ളൂല. ദാറ്റ്സ് ഔട്ട് ഓഫ് ദ ലീഗ് പടം. അത് വേറെ ലെവൽ പടം, റേഞ്ച് പടം. ഇത് പെട്ട തേങ്ങ. ഒരു കൂട്ടം കോമാളികളുടെ പേക്കൂത്താണ് ഈ സിനിമ. മേ ബി തിയേറ്റേഴ്സിൽ ഞാൻ കണ്ടിട്ട് വെച്ചാൽ എന്റെ ഒപ്പീനിയനും വേറെ ആയിരിക്കും. കാരണം പല സിനിമയും തിയേറ്ററിൽ കാണുമ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്, ഒ ടി ടിയിൽ പെട്ട തേങ്ങയായി തോന്നിയിട്ടുണ്ട്. എന്നാൽ ഈ സിനിമ ഒ ടി ടിയിൽ പ്യുവർ ഷിറ്റ്, 916 ഷിറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിൽ ഏറ്റവും വെറുപ്പിച്ചിരിക്കുന്നത് സാഗറാണ്. പലരും സാഗറിന്റെ മോഹൻലാൽ അഭിനയം, മമ്മൂട്ടി അഭിനയം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേക്കൂത്ത്, കോമാളിത്തരത്തിൽ PhD എടുത്ത രീതിയിലുള്ള പേക്കൂത്ത്. സോ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ എന്താണ്, കുറെ വെള്ളം അടിക്കുന്നുണ്ട്, കുറെ കഞ്ചാവ് വലിക്കുന്നുണ്ട്, വേറെ ഒന്നുമില്ല. മേ ബി 4 അടിച്ചിട്ട് 2 വലിച്ചിട്ട് ആ ഒരു മൂഡിൽ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടാവായിരിക്കും. അതുകൊണ്ടായിരിക്കും, അങ്ങനെ കാണാത്തോണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് വർക്കാവാതിരുന്ന്. സാഗറൊക്കെ പീക്ക് കോമാളി. ആളുടെ പണി സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ആളുടെ പൊട്ടൻഷ്യൽ എന്താണ്, ആളുടെ ക്വാളിറ്റി ആസ് എൻ ആക്ടർ എന്താണ് എന്ന്. അത് കഴിഞ്ഞിട്ട് എവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിലും സാഗറിന്റെ വക ഗിറിയേട്ടൻ, എന്തൊട്ട് ഗിറിയേട്ടൻ, ചോറുണ്ട ഗിറിയേട്ടൻ. ഇനീഷ്യലി അതൊക്കെ ഭയങ്കര രസമായി തോന്നി. 2-3 കൊല്ലം കഴിഞ്ഞിട്ടും അണ്ണൻ ഈ സാധനം തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയി തോന്നി. ഞാൻ വിചാരിച്ചു സാഗറിന് ഇനി വേറെ പടമൊന്നുമില്ലേ. പിന്നീട് ധീരം വന്നു. ധീരത്തിൽ ഭയങ്കര പുവർ പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് ഇതില് പേക്കൂത്ത് പറ പീക്ക് പേക്കൂത്ത്. സെക്കൻഡ് ഹാഫ് എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ട് തട്ടിക്കൂട്ട് സാധനം. ആൻഡ് ഇതിൽ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് സിംഗിൾ ശീതൽ ജോസഫ്. ഫുൾ നെയിം ആണ് സിംഗിൾ ശീതൽ ജോസഫ്. എവിടെ പോയാലും ആ കൊച്ചു പറയുന്നുണ്ട് സിംഗിൾ ആണെന്ന്. ആക്ച്വലി നോ വൺ കെയർസ്. പെർഫോമൻസ് ഒക്കെ ഭയങ്കര ശോകമാണ്. ബട്ട് ഷീ ഈസ് ഡാം ബ്യൂട്ടിഫുൾ. കിട്ടു ലുക്കാണ്. വേണമെങ്കിൽ മലയാളത്തിലെ സകലമാന ആക്ടേഴ്സ്, ഇപ്പോഴുള്ള ആക്ട്രസിനൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഷീ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ്. ബ്യൂട്ടി വൈസ് പെർഫോമൻസ് ഒക്കെ ശോകം സാധനം തന്നെയാണ്. ഒരു സ്ലാങ് പിടിച്ചിട്ടുണ്ട് ഇതില്. എന്തുട്ട് നിനക്ക് റൊമാൻറ്റിക് ആവാനൊക്കെ എന്താ അരിയുണ്ട്, ബീട്രൂട്ടാ ക്യാരറ്റാ. സിയാളുടെ വള പറഞ്ഞ സിനിമ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലും ഗ്രേസ് ആന്റണി എല്ലാം അത്രക്കൊരു ഗ്രേസ് ഉണ്ട് ആ കൊച്ചിന്. പെർഫോമൻസ് ഒക്കെ ശോകമാണ്. ആൻഡ് ഇതില് വേറൊരു കോമാളി ഉണ്ട്, ഭാഗ്യലക്ഷ്മി, മഹാലക്ഷ്മി, ധനലക്ഷ്മി എന്നൊക്കെ പറഞ്ഞിട്ട്. എവിടെ സഹിക്കണതിനൊക്കെ ഒരു പരിധി ഉണ്ട്. എന്റെ അച്ഛൻ മേടിച്ചുകൊണ്ട് മാത്രമാണ് ആ TV ഞാൻ തല്ലി പൊളിക്കാതിരുന്നത്. തല്ലി പൊളിച്ചെന്ന് വെച്ചാൽ എവിടുന്ന് എടുത്ത് കൊടുക്കും, പൈസ ഇല്ല എന്റെ കയ്യില്. ആദ്യം ഒരു പരട്ടപ്പടം, 2 മണിക്കൂർ ഈ സിനിമ ഉള്ളൂ. ആൻഡ് ഇറ്റ് വാസ് എ ഹ്യൂജ് ഡ്യൂറേഷൻ. അങ്ങനെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നു. 3-4 മണിക്കൂറിന്റെ ഒരു പടം കാണുന്ന ഒരു ഫീലാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. പണ്ടാരെ കഴിയണ്ടേ. അയ്യോ ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. ഈ സിനിമയിൽ ഏറ്റവും പോസിറ്റീവായിട്ട് എനിക്കൊരു ഫാക്ടർ തോന്നിയത് മല്ലിക സുകുമാരന്റെ ഒരു ക്യാരക്ടർ. ദാറ്റ് വാസ് വെരി നൈസ്. എന്താണ്, ചെമ്പകത്തമ്മ, ആ ഒരു ക്യാരക്ടർ നൈസ് ക്യാരക്ടർ ആയിരുന്നു. അയമയുടെ മറ്റേ നറേഷനും പരിപാടിയും അതൊക്കെ നൈസ് ആയിരുന്നു. ബാക്കി ഒന്നും കൊള്ളൂല. ഗണപതിയിലെ ചില പേടിക്കുന്ന സീൻസ് ഒക്കെ രസമുണ്ടായിരുന്നു. ചിരിയും ഉണ്ടയൊന്നും വന്നില്ല. ചുമ്മാ ഗണപതിയുടെ സീൻസ് ഇങ്ങനെ കണ്ടിരിക്കുക, വേറെ ഒന്നുമില്ല. പ്രശാന്ത് അലക്സാണ്ടർ ഉണ്ട്, എന്തിന്. രാജേഷ് മാധവൻ വരുന്നുണ്ട്, എന്തിന്. ഇന്നത്തെ കാലത്ത് ഒരു സിനിമ ഹിറ്റ് ആവണം വെച്ചാൽ കുറെ വെള്ളമടി, കുറച്ച് കഞ്ചാവടി, കുറെ പെണ്ണുപിടി, ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചാൽ പീപ്പിൾ അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട് ആ സിനിമയ്ക്ക്. കഥയും വേണ്ട, ഒരു കുന്തവും വേണ്ട. ആൻഡ് കുറെ പേര് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഭയങ്കര ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് സംസാരിക്കുന്നത്. റെസ്പെക്ട് ഈസ് സംതിങ് ദാറ്റ് ഷുഡ് ബി ഏൺഡ്, അല്ലാതെ ഫോഴ്സ് ചെയ്ത് കൊണ്ടുവരേണ്ട സാധനമല്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എവ്രിബഡി, ഈച്ച് ആൻഡ് എവറി ടെക്നീഷ്യൻ, അതേപോലെ തന്നെ ആക്ടേഴ്സ്, ഡയറക്ടേഴ്സ്, ഇവൻ പ്രൊഡ്യൂസേഴ്സ് വരെ ദേ ഗെറ്റിംഗ് പെയ്ഡ്. പ്രൊഡ്യൂസേഴ്സ് പൈസ ചെലവാക്കുന്നുണ്ടെങ്കിലും ഇന്നത്തെ കാലത്ത് അത്രയും കൂറപ്പാടാണെങ്കിൽ മാത്രമേ OTT വിറ്റ് പോകാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ OTT എന്നെങ്കിലും അവർക്ക് പൈസ കിട്ടും. അപ്പൊ റെസ്പെക്ട് വേണം, തേങ്ങാക്കൊല വേണം, അതൊക്കെ തോന്നിയാലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് ഞാൻ പൈസ ചെലവാക്കിയിട്ട് കാണുമ്പോ എനിക്ക് അത്ര റെസ്പെക്റ്റേ കൊടുക്കാൻ തോന്നൂ.
ഞാൻ ആരുടെയും പൈസ മേടിച്ചിട്ടല്ലല്ലോ പറയണത്. So Pragamanam is streaming on Z5. To me, this is a below average shit.